സോ ഇവിടെ ഫേസ് മോഡുലേഷനിൽ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഫേസ് മോഡുലേഷൻ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാരിയറിൻ്റെ ഫേസ് വേരി ചെയ്യും. കാരിയറിൻ്റെ ഫേസാണ് നമ്മൾ വേരി ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എന്ത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ. നമ്മൾ എന്താണോ നമുക്ക് അയക്കേണ്ടത് അതിനെന്താ നമ്മൾ മോഡുലേറ്റ് എന്തിനാണ് ചെയ്യുന്നത്? അതിൻ്റെ സ്ട്രെങ്ത് കുറവാണ് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് നമ്മുടെ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് നമ്മൾ ഹൈ ഫ്രീക്വൻസി കാരിയർ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ്. സോ ആ കാരിയർ സിഗ്നലിൻ്റെ ഫേസിൽ വേരി ചെയ്യും. കാരിയറിൻ്റെ ഫേസിലാണ് നമ്മൾ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്നത്. കാരിയറിൻ്റെ ഫേസിൽ വേരിയേഷൻ വരുത്തിയിട്ടാണ് നമ്മൾ സിഗ്നൽ സെൻഡ് ചെയ്യുന്നത്. കാരിയർ സിഗ്നലാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. പക്ഷേ എങ്ങനെ കാരിയർ സിഗ്നൽ ആസിറ്റീസ് അല്ല സെൻഡ് ചെയ്യുന്നത്, മെസ്സേജ് സിഗ്നൽ നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് കാരിയറിൻ്റെ ഫേസിൽ വേരിയേഷൻസ് വരുത്തും. അങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്. സോ ഇൻസ്റ്റൻറ്റേനിയസ് ഫേസ് ഓഫ് ദ കാരിയർ വേവ് ഈസ് വേരിഡ് അക്കോർഡിംഗ് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. അപ്പം കാരിയറിൻ്റെ ഫേസിലാണ് ചേഞ്ച് വരുന്നത്. ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. ഏതൊക്കെ കേസിൽ ഫ്രീക്വൻസി മോഡുലേഷനിലും കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ ഫേസ് മോഡുലേഷനിലും കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്. ഇനി നമുക്ക് ഈ ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും ടുഗെദർ ഇറ്റ് ഈസ് നോൺ ആസ് ആംഗിൾ മോഡുലേഷൻ എന്ന് പറയും. That is frequency and phase modulation together is known as angle modulation എന്ന് പറയും. സോ ഇതാണ് ഒരു ഫേസ് മോഡുലേഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ജസ്റ്റ് ശ്രദ്ധിച്ചൊന്ന് നോക്കുക. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ഹിയർ ഇറ്റ് ഇസ് ക്ലിയർ ഫ്രം ദ എബോവ് ഫിഗർ ദാറ്റ് വെൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സൈനസോയ്ഡൽ സിഗ്നൽ സ്റ്റാർട്ട് ടു ഇൻക്രീസ്, അതായത് ഈ ഒരു സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ആവാൻ തുടങ്ങുന്ന സമയത്ത് ആൻഡ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം വാല്യൂ ദറ്റ് ദ ഫേസ് ലീഡ് ഓഫ് ദ കാരിയർ സിഗ്നൽ ഓൾസോ ഗെറ്റ് ഇൻക്രീസ്. സോ ഇവിടെ ഇതിൻ്റെ ഫേസ് ലെഡും ഈ എസ് ഓഫ് ടി കാണുന്ന മനസ്സിലായല്ലേ, ഫേസ് ലെഡും ഇൻക്രീസ് ആവാൻ തുടങ്ങും. ഫേസ് ലീഡ് അല്ലെങ്കിൽ ലീഡ് ആംഗിളും ഇൻക്രീസ് ആവാൻ തുടങ്ങും. ലീഡ് ആംഗിളും ലാഗ് ആംഗിളും ഉണ്ട്. സോ ഈ കാരിയറിൻ്റെ അതായത് മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ആയിട്ട് മാക്സിമം എത്തുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും ഫേസ് ചേഞ്ച് ഉണ്ട്. ഫേസ് ചേഞ്ച് ഇൻ ദ സെൻസ് അതിൻ്റെ ലീഡ് ആംഗിൾ ഇൻക്രീസ് ആവാൻ തുടങ്ങും. That is, it is clear from the above figure that when the amplitude of the sinusoidal signal start to increase and reaches the maximum value, then the phase lead of the carrier signal get increased. And due to this, a compression in the carrier signal is noticed. നമുക്ക് ഇവിടെ കാണാം, അവിടെ ഒരു കംപ്രഷൻ ഉണ്ട്. ഈ ഒരു പോയിന്റിൽ we have compression. ജസ്റ്റ് നിങ്ങളൊന്ന് വരച്ചെടുക്കാം, റഫായിട്ടൊന്ന് വരച്ചെടുത്തേ. സോ എന്ന് നിങ്ങൾ നോക്കാം, ഡ്യൂ ടു ദിസ് ദർ ഇസ് എ കംപ്രഷൻ ഇൻ ദ കാരിയർ സിഗ്നൽ ഇസ് നോട്ടീസ്. സോ ഇവിടെ കാരിയർ സിഗ്നലിൽ ഒരു കംപ്രഷൻ ഉണ്ട്. ഇവിടെ ഒരു കാരിയർ സിഗ്നൽ വി ക്യാൻ സീ എ കംപ്രഷൻ. ഇവിടെ ഒരു കംപ്രഷൻ ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ട്. സോ when the amplitude of the modulating signal starts falling and attain a minimum value, then there is a phase lag of carrier wave. So ഈ ആംപ്ലിറ്റ്യൂഡ് സ്റ്റാർട്ട് ചെയ്ത് റൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫേസ് ലീഡ് ഉണ്ട്, ആൻഡ് അത് ഫോളോ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫേസ് ലാഗ് ഉണ്ട്. ഇവിടെ കാണാം, നമ്മൾ സാധാരണ കാരിയർ ഫ്രീക്വൻസിനെക്കാട്ടിയും കുറച്ച് ലോവർ ഫ്രീക്വൻസിനാണ് നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ ഒരു ഈ കാരിയർ ഫ്രീക്വൻസിനെക്കാട്ടിയും ഒരു കുറഞ്ഞ ഒരു ഫ്രീക്വൻസി ലാഗ് ഉണ്ട്. അതായത് ദർ ഇസ് എ ഫേസ് ലാഗാണ് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ ഒരു ഫേസ് ലീഡും ഇവിടെ ഒരു ഫേസ് ലാഗും. ഈ കംപ്രസ് ചെയ്ത് വരുന്നിടത്ത് നമുക്കൊരു ഫേസ് ലീഡ് കിട്ടും. അതേപോലെ ഈ സ്ലോ ആയി വരുന്നത് മീൻസ് ഈ മോഡുലേറ്റിംഗ് സിഗ്നലും മെസ്സേജ് സിഗ്നലും ഫോളോ ചെയ്യുന്ന സമയത്ത് മിനിമം വാല്യൂയിൽ എത്തുന്ന സമയത്ത് അവിടെ ഒരു ഫേസ് ലാഗും ഉണ്ടാവും. അതാ പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റ്. However, when the amplitude of the modulating signal starts falling and attain a minimum value, then a phase lag of carrier wave occur. ഒരു ഫേസ് ലാഗ് ഉണ്ടാകുന്നുണ്ട് സമയത്ത്. സോ thereby resultancy causing stretching of signal. സോ നമ്മൾ ബേസിക്കലി നമ്മളെ കാരിയർ സിഗ്നലിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത്. ആദ്യം ഒന്ന് കംപ്രസ് ചെയ്യും, പിന്നെ സ്ട്രെച്ച് ചെയ്യും, പിന്നെ കംപ്രസ് ചെയ്യും, പിന്നെ സ്ട്രെച്ച് ചെയ്യും. സോ ഇൻ ദിസ് വേ വി ക്യാൻ സേ ദാറ്റ്, so due to this there is a frequency of the signal gets increased.
ഫ്രീക്വൻസി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, ഡിക്രീസ് ചെയ്യുകയും ചെയ്യും അല്ലേ. ഇവിടെ കാണുന്നില്ല, ഇവിടെ ലോവർ ഫ്രീക്വൻസിയാണ്, ഇവിടെ ഹയർ ഫ്രീക്വൻസി. സോ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. സോ ബേസിക്കലി മോഡുലേറ്റിംഗ് സിഗ്നൽ ഏറ്റവും ഹൈ വാല്യൂവിൽ പോകുമ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും, ലോ വാല്യൂവിൽ വരുമ്പോൾ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും. സോ ഇൻ ദിസ് വേ വി ക്യാൻ സേ ദാറ്റ് with a change in phase of the signal during phase modulation, frequency of the signals also show some variation. So ഇവിടെ ഫേസ് ലീഡും ഫേസ് ലാഗും സംഭവിക്കുന്നുണ്ട്. സോ ആ ഫേസ് ലീഡും ഫേസ് ലാഗും സംഭവിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഫ്രീക്വൻസിയിലും കുറച്ച് വേരിയേഷൻസ് കാണിക്കുന്നുണ്ട് ഇല്ലേ. ഇവിടെ ഫ്രീക്വൻസിയിലും കുറച്ച് വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. അവിടെ ഫേസ് ലീഡും ഫേസ് ലാഗും സംഭവിക്കുന്ന പോലെ തന്നെ അവിടെ ഫ്രീക്വൻസിയിലും വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. സോ ഇൻ ദിസ് വേ വി ക്യാൻ സേ ദാറ്റ് with the change in phase of signal during the phase modulation, frequency of the signal also shows some variation. So for a sinusoidal signal, the modulated signal is somewhat similar in case of both frequency and phase modulation. While in the case of square wave, the case is not exactly the same. അതായത് ഒരു സൈനസോയിഡൽ സിഗ്നലിൻ്റെ കേസിൽ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇത് സംവാട്ട് സിമിലർ ആണ്. ബോത്ത് ഫ്രീക്വൻസി ആൻഡ് ഫേസ് മോഡുലേഷനിലും സിമിലർ ആണ്. നമ്മൾ മുന്നേ കണ്ടിട്ടില്ലേ, ഫ്രീക്വൻസി മോഡുലേഷനുള്ള പോലെ തന്നെയല്ലേ ഫേസ് മോഡുലേഷനുള്ളത് അല്ലേ. ഫ്രീക്വൻസി മോഡുലേഷൻ്റെ ഗ്രാഫ് മുന്നേ കണ്ടിട്ടുണ്ടായിട്ടില്ലേ. ഇതല്ലേ ഫ്രീക്വൻസി മോഡുലേഷൻ്റെ ഗ്രാഫ് വേവ് പ്ലോട്ട് ചെയ്തത്. സോ ഇതും ഈ ഓൾമോസ്റ്റ് ഇപ്പം കാണിച്ച ഫിഗറും തമ്മിൽ സിമിലർ അല്ലേ. ഇപ്പം കാണിച്ച ഫിഗറും തമ്മിൽ സിമിലർ ആണ്. ഇതും ഈ ഫേസ് മോഡുലേഷൻ തമ്മിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ ഇത് സൈനസോഡൽ വേവിൻ്റെ കേസിലാണ് സിമിലർ. സൈനസോഡൽ വേവിൻ്റെ കേസിലാണ് ഇത് സിമിലർ. നമ്മൾ സ്ക്വയർ വേവ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കുമല്ലോ വേവിൻ്റെ പാറ്റേൺ ഉണ്ടാകുന്നത്. ആ വേവിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നാളെ കാണിച്ചു തരാം. എന്നാൽ ഫിഗർ കയ്യിലില്ല, ജസ്റ്റ് ഒന്നുമില്ല. എവിടെയാണോ സ്ക്വയർ വേവ് എൻഡ് ചെയ്യുന്നത്, അതായത് ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ എവിടെയാണോ ഇവിടെ ചേഞ്ച് വരുന്നത് ആ പോയിന്റിൽ ഫേസ് ചേഞ്ച് ഉണ്ടാവും. ആ പോയിന്റിൽ ഫേസ് ചേഞ്ച് ഉണ്ടാവും. അത് സ്ക്വയർ വേവിൻ്റെ കേസിലാണ്. സൈനസോയിഡിൻ്റെ കേസിൽ നമ്മൾ ഈ പറഞ്ഞ ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും സെയിം ആയിരിക്കും. ഫ്രീക്വൻസി മോഡുലേഷൻ്റെ സൈനസോയിഡൽ വേവിൻ്റെ കേസ്, ഫ്രീക്വൻസി മോഡുലേഷൻ്റെ കേസിൽ സ്ക്വയർ വേവിൻ്റെ കേസിലാണെങ്കിൽ ഹയർ ഫ്രീക്വൻസിയിൽ മീൻസ് ആംപ്ലിറ്റ്യൂഡ് കൂടുന്ന സമയത്ത് ഹൈ ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ് കുറയുന്ന സമയത്ത് ലോ ഫ്രീക്വൻസിയാണ് കാരിയറിന് വരുന്നത്. ആൻഡ് ഫേസ് മോഡുലേഷൻ്റെ കേസിൽ എവിടെയാണോ നമുക്ക് ഈ ഫോൾ ചെയ്ത് റൈസ് ചെയ്യുന്ന സ്ഥലം അവിടെ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും. സോ അത് നാളെ ക്ലാസ്സിൽ പറഞ്ഞുതരാം എങ്ങനെയാണ് അതിൻ്റെ വേവ് ഉള്ളത് എന്നുള്ളത്. സോ മനസ്സിലാക്കേണ്ട കാര്യം സൈനസോഡൽ വേവിൻ്റെ കേസിലാണ്, അതായത് നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ ഒരു സൈൻ ഫംഗ്ഷൻ, ഒരു സൈനസോഡൽ വേവ് ആണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ആൻഡ് ഫേസ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവാട്ട് സിമിലർ ആണ്. സോ ഇത്രയാണ് ഫേസ് മോഡുലേഷൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫേസാണ്, കാരിയറിൻ്റെ ഫേസാണ് വേരി ചെയ്യുന്നത്. എന്തിനെ വെച്ചിട്ടാണ് വേരി ചെയ്യുന്നത് വെച്ചാൽ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിന്. നമ്മളെല്ലാം ചെയ്യുന്നത് മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്യുന്നതിനകത്ത് ഇങ്ങനെ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യും വിത്ത് റെസ്പെക്ട് ടു മെസ്സേജ് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ്. ഫ്രീക്വൻസി മോഡുലേഷൻ എങ്ങനെ ചെയ്യുന്നത്, കാരിയറിൻ്റെ ഫ്രീക്വൻസി വേരി ചെയ്യും എങ്ങനെ വിത്ത് റെസ്പെക്ട് ടു ആംപ്ലിറ്റ്യൂഡിൻ്റെ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിന്, അല്ലെങ്കിൽ ബേസ് ബാൻഡ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ടാണ് നമ്മൾ വേരി ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഈ ഫേസ് മോഡുലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, കാരിയറിൻ്റെ ഫേസ് ആണ് നമ്മൾ വേരി ചെയ്യുന്നത്. എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട്, മെസ്സേജ് സിഗ്നലിൻ്റെ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ടാണ് നമ്മൾ വേരി ചെയ്യുന്നത്. സോ ഇനി ഇതിൻ്റെ എക്സ്പ്രഷൻസ് നോക്കാം. ഈ ഫേസ് മോഡുലേഷൻ്റെ എക്സ്പ്രഷൻ എന്നാ നോക്കാം. നമ്മൾ നേരത്തെ കണ്ട പോലെ എക്സ്പ്രഷൻ നോക്കാം. സോ എക്സ്പ്രഷൻ ഫോർ പി എം എഴുതുകയാണെങ്കിൽ എഴുതിക്കേ കൂടെ തന്നെ. എം ഓഫ് ടി എന്ന് പറയുന്നത് എ എം കോസ് 2π FMT ആണ്. അതായത് എ എം കോസ് ഒമേഗ എം ടി എന്നുള്ള ഫോമിൽ തന്നെ ഒമേഗേൻ്റെ പകരം നമ്മൾ 2π FM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതേ ഉള്ളൂ. ഇനി കാരിയർ സി ഓഫ് ടി എന്ന് പറയുന്നത് എ സി കോസ് 2π FCT. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. സോ നമുക്കറിയുന്നതാണ് കാരിയറിൻ്റെ ഫ്രീക്വൻസിയാണ് മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിനെക്കാട്ടി കൂടുതൽ. ദാറ്റ് ഇസ് FC, ഇറ്റ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ FM. സോ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ തന്നെ ഇവിടെ ഫ്രീക്വൻസി അല്ല ഫേസിലാണ് ചേഞ്ച് വരുന്നത്. സോ ഇവിടെ ഫേസിലാണ് ചേഞ്ച് വരുന്നത്. സോ
ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് തന്നെയാണ്. കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താ എ സി ആണ്. സോ ആ എ സി തന്നെയാണ് ഈ പറഞ്ഞ മോഡുലേറ്റഡ്, അതായത് ഫേസ് മോഡുലേറ്റഡ് എസ് പി ഓഫ് ടി എന്ന് എന്തെങ്കിലും പറഞ്ഞ് ഡിനോട്ട് ചെയ്യുക, എസ് ഓഫ് ടി എസ് പി ഓഫ് ടി എന്ത് വെച്ച് ഡിനോട്ട് ചെയ്യുക. സോ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, അതിൻ്റെ ഫേസിൽ മാത്രമേ ചേഞ്ച് വരത്തുള്ളൂ. സോ നമുക്ക് അതിനെ ആ ചേഞ്ചിനെ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് ഇനി നമ്മൾ ഈ തീറ്റ എന്താണെന്ന് കണ്ടുപിടിക്കണം. തീറ്റ എന്താണെന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ 2π FCT പ്ലസ് കെ പി ഇൻറ്റു എം ഓഫ് ടി ആണ്. അതായത് ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 2π FCT ആണ്. ഇതാണ് നമ്മളെ ഫേസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഫേസിൻ്റെ പരം നമ്മൾ മെസ്സേജ് സിഗ്നലിൻ്റെ ഇപ്പം തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഡീവിയേഷൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണോ, ഈ എം ഓഫ് ടീൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ഈ തീറ്റ വേരി ചെയ്യുന്നത്. അപ്പോൾ ഈ തീറ്റ എന്ന് പറയുന്നത് നമ്മളെ കാരിയറിൻ്റെ ഫേസ് പ്ലസ് ആ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് വരുന്ന വേരിയേഷൻ. ജസ്റ്റ് 2π FCT പ്ലസ് കെ പി ഇൻറ്റു എം ഓഫ് ടി എന്ന് പറയും. ഈ കെ പി എന്ന് പറയുന്നത് അതിന് നമ്മുടെ ഫേസ് സെൻസിറ്റിവിറ്റി എന്ന് പറയും. നമ്മൾ നേരത്തെ കേസിൽ നമുക്ക് ഓർമ്മയുടെ കെ എഫ് ആയിരുന്നു, അത് ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റിയാണ്. ഈ ഫേസിൻ്റെ കേസിൽ വരുന്ന സമയത്ത് അത് ഫേസ് സെൻസിറ്റിവിറ്റിയായി മാറി. അത് യൂഷ്വലി റേഡിയൻ പെർ വോൾട്ടിലാണ് മെഷർ ചെയ്യുന്നത്, ഫേസ് സെൻസിറ്റിവിറ്റി കെ പി. നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ എം ഓഫ് ടീൻ്റെ വാല്യൂ നമുക്കറിയാം, ഇക്വേഷൻ 1 നമുക്കുണ്ട്. ഇത് ഇക്വേഷൻ 3 ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെങ്കിൽ ഈ എം ഓഫ് ടീൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നമുക്ക് തീറ്റ എന്തായിട്ട് ഒബ്റ്റെയിൻ ചെയ്യും? തീറ്റ എന്ന് പറയുന്നത് 2π FCT പ്ലസ് കെ പി ഇൻറ്റു എ എം കോസ് 2π FMT എന്ന് കിട്ടി ഇല്ലേ? കിട്ടിയില്ലേ? കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയോ? ഇതെന്താ കിട്ടാൻ? ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ എഴുതിയാൽ പോരെ? എഴുതിയോ? എല്ലാവരും ഒന്ന് പറഞ്ഞ് എഴുതിയോ ബോയ്സ്? അക്ഷയ് എഴുതിയ? ഓക്കെ, നാളെ കാണണേ നോട്ടിൽ. ഇപ്പം എഴുതിയെന്നെല്ലാം പറയുന്നുണ്ട്, നാളെ കണ്ടാൽ മതി. സോ നമുക്കിവിടെ തീറ്റേൻ്റെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്തു. തീറ്റേൻ്റെ വാല്യൂ നമ്മൾ 2π FCT പ്ലസ് കെ പി ഇൻറ്റു എ എം കോസ് 2π FMT എന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ വേണ്ടേ? നെക്സ്റ്റ് ഈ എസ് ഓഫ് ടീനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും തീറ്റേൻ്റെ വാല്യൂ. എസ് ഓഫ് ടീനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എസ് ഓഫ് ടി എന്തായിരുന്നു? എസ് ഓഫ് ടി എ സി കോസ് തീറ്റയിലായിരുന്നു. സോ ഇപ്പോൾ കിട്ടിയ തീറ്റ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ സി കോസ് 2π FCT പ്ലസ് കെ പി ഇൻറ്റു എ എം കോസ് 2π FMT എന്ന് കിട്ടി അല്ലേ? ഇതിൽ കെ പി ഇൻറ്റു എ എം ആണ് നമ്മുടെ എം പി. എം പി എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. മോഡുലേഷൻ ഇൻഡെക്സ് ഫോർ ഫേസ് പി എം. ഫേസ് മോഡുലേഷൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് ആണ് എം പി. ഈ കെ പി ഇൻറ്റു എ എം ആണ് എം പി. സോ നമുക്ക് എന്തായിട്ട് എഴുതാം? എസ് ഓഫ് ടി ഇസ് ഇക്വൽ ടു എ സി കോസ് 2π FCT പ്ലസ് എം പി കോസ് 2π FMT എന്നിട്ട് എഴുതാം. എഴുതിക്കൂടെ? ഓക്കെ, ഇതാണ് നമ്മളെ ഫേസ് മോഡുലേഷൻ്റെ ഇക്വേഷൻ. ഇക്വേഷനാണിത്. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് ഫ്രീക്വൻസി ഓഫ് ഫേസ് മോഡുലേഷൻ, ഇതിലും നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ഫ്രീക്വൻസി കാണാം. ഇൻസ്റ്റൻറ്റേനിയസ് ഫ്രീക്വൻസി കാണുന്നത് എങ്ങനെയാണ്? അതായത് ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് W ഒമേഗ I ഓഫ് ടി എന്ന് പറഞ്ഞാൽ d θ/dt ആണ്. ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ദിസ് ഒമേഗ ഓഫ് I ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി.
ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഡി തീറ്റ ബൈ ഡി ടി ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ തീറ്റേനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ടി, ടു 2π FCT പ്ലസ് KP AM കോസ് 2π FMT. ഈ പറഞ്ഞ തീറ്റേനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. സോ ഈ ഒമേഗ ഐ ഓഫ് ടീനെ നമുക്ക് എന്തായിട്ട് എഴുതാം, 2π FI ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ. അതേപോലെ തന്നെ ഈ 2π FCT എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2π FC വരും. അതേപോലെ തന്നെ KP ഇൻറ്റു AM കോൺസ്റ്റൻ്റ് ആണ്. അതിൽ കോസ് 2π FCTനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ 2π FMT വരും ഇൻറ്റു 2π FM വരും. പ്യൂർ ഡിഫറൻസിയേഷനാണ്. സോ ഇതിൽ നമ്മൾ 2π ഇത്ര എഴുതിയോ? ഇതിലൊക്കെ 2π ഉണ്ട്. സോ ഇത് നമ്മൾ ഈ 2πനെ ക്യാൻസൽ ചെയ്യും, ഇവിടെയുള്ള 2πനെ ക്യാൻസൽ ചെയ്യും, ഇവിടെയുള്ള 2πനെ ക്യാൻസൽ ചെയ്യും, അതേപോലെ ഈ ഒരു ടേമിൽ 2π ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യും. സോ ബാക്കി വരുന്നത് FI ഓഫ് ടി ആണ്. ഇറ്റ് ഈസ് FC വരും മൈനസ് KP ഇൻറ്റു AM FM സൈൻ 2π FMT സൈൻ 2π FMT. സോ നമുക്ക് എന്തായിട്ട് എഴുതാം, ഈ KP ഇൻറ്റു AM ആയിട്ട് നമുക്ക് എന്തായിട്ട് എഴുതാം, MP ആയിട്ട് എഴുതിക്കൂടിയ മോഡുലേഷൻ ഇൻഡെക്സ് അല്ലേ. സോ FI ഓഫ് ടി ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി ആണ് നമ്മൾ കാണുന്നത്. FI ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസിയാണ്. സോ FC മൈനസ് MP ഇൻറ്റു FM സൈൻ 2π FMT. ഈ MP ഇൻറ്റു FM എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ എഫ് ആണ്. അതാണ് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ. മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷനാണ് ഈ MP ഇൻറ്റു FM എന്ന് പറയുന്നത്. സോ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി നമുക്ക് എന്തായിട്ട് എഴുതാം, FC മൈനസ് ഡെൽറ്റ എഫ് സൈൻ 2π FMT എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതായത് ഡെൽറ്റ എഫ് എന്താണെന്ന് വെച്ചാൽ MP ഇൻറ്റു FM. ഇതാണ് ഫ്രീക്വൻസി ഡീവിയേഷൻ കാണിക്കുന്നത്. ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡീവിയേഷനാണ്. സോ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫേസ് മോഡുലേഷനിലും ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എന്നാണ്, ഒരു ഫ്രീക്വൻസി ഡീവിയേഷൻ ഉണ്ടെന്നാണ് ഈ പറഞ്ഞ ഈ ഒരു 4-5 ഇക്വേഷൻ മനസ്സിലാക്കേണ്ടത്. ഫേസ് മോഡുലേഷനിലും അവിടെ ഫ്രീക്വൻസി ഡീവിയേഷൻസ് ഉണ്ട്. അതുപോലെ ഫ്രീക്വൻസി മോഡുലേഷനിലും ഫ്രീക്വൻസി ഡീവിയേഷൻ നമ്മൾ ഡെൽറ്റ എഫിൻ്റെ വാല്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫേസ് മോഡുലേഷനിൽ ഇവിടെ ഫ്രീക്വൻസി ഡീവിയേഷൻ ഉണ്ടെന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. സോ ഈ ഫേസ് മോഡുലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫിഗർ വരക്കുക, സയൻസ് ഓർഡറിൻ്റെ കേസിലുള്ള ഫിഗർ വരക്കുക, അതിന് എക്സ്പ്ലനേഷൻ എഴുതുക, അതേപോലെ തന്നെ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതുക, പിന്നെ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി ഓഫ് ഫേസ് മോഡുലേറ്റഡ് വേവ് എഴുതുക, പിന്നെ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി ഓഫ് ഫേസ് മോഡുലേറ്റഡ് വേവ് എഴുതുക. സോ ഫേസ് മോഡുലേഷൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രം നിങ്ങളെ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളൂ. ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ഫേസ് മോഡുലേഷൻ എന്ന് പറഞ്ഞില്ല, ബാക്കിയൊക്കെ ഫ്രീക്വൻസി മോഡുലേഷൻ്റെയാണ് പഠിക്കാൻ പറ്റില്ല. സ്പെക്ട്രവും കാര്യങ്ങളൊക്കെ ഫ്രീക്വൻസി മോഡുലേഷൻ്റെയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇപ്പം ഇത്രയും പഠിച്ചാൽ മതി. ഫേസ് മോഡുലേഷൻ, അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക, അതിൻ്റെ ഗ്രാഫ് വരക്കുക, അതായത് മെസ്സേജ് സിഗ്നലും കാരിയർ സിഗ്നലും ഫേസ് മോഡുലേറ്റഡ് സിഗ്നലിലുള്ള ഗ്രാഫ് വരക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സയൻസ് ഓർഡറിൻ്റെ കേസിൽ വരക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ വേവിൻ്റെ കേസിൽ ഫേസ് മോഡുലേറ്റഡ് സിഗ്നൽസ് വരക്കാം. ഏതാണോ കൺവീനിയൻ്റ് ആയ രീതിയിൽ വരച്ചാൽ മതി. ഇനി നമുക്ക് FM-ൻ്റെ ട്രാൻസ്മിറ്ററും റിസീവറും നോക്കാം. FM-ൻ്റെ ട്രാൻസ്മിറ്ററും റിസീവറും നോക്കാം. ഇത് പെട്ടെന്നൊന്ന് വരച്ച് FM-ൻ്റെ ട്രാൻസ്മിറ്ററിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഇത് നിങ്ങൾ പിന്നെ വരച്ചോ. സ്ക്രീൻഷോട്ട് എടുത്തോ? സ്ക്രീൻഷോട്ട് എടുത്തോ എല്ലാവരും, ബോയ്സും? ഡൊമിനിക്ക സ്ക്രീൻഷോട്ട് എടുത്തോ? സ്ക്രീൻഷോട്ട് എടുത്താ? ആദിൽ, വൈഷ്ണവ്, അക്ഷയ്, വിഷ്ണു, ഷാരോൺ, ഓക്കെ. ഷീസല്ലുണ്ടോ? ഷീസ സ്ക്രീൻഷോട്ട് എടുത്തോ? ഷീസ് ഓക്കെ. സോ ജസ്റ്റ് ഒന്ന് ആ സ്ക്രീൻഷോട്ട് ഒന്ന് റെഫർ ചെയ്യാം.
ഇതിൽ മൈക്രോഫോൺ ഉണ്ട്. മൈക്രോഫോൺ എന്നൊരു ഓഡിയോ സിഗ്നൽ വരുന്നുണ്ട്. ആ ഓഡിയോ സിഗ്നൽ നമ്മൾ പ്രീ ആംപ്ലിഫൈ ചെയ്തു. പിന്നെ അതിന് ആംപ്ലിഫൈഡ് ഓഡിയോ സിഗ്നൽ ഉണ്ട്. അത് നമ്മൾ മോഡുലേറ്ററിലേക്ക് കൊടുത്തു. മോഡുലേറ്ററിൽ നമുക്കൊരു കാരിയർ സിഗ്നൽസ് ഓസിലേറ്ററിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഫ്രീക്വൻസി മോഡുലേഷൻ നടന്നു. സോ മോഡുലേറ്റർ RF സിഗ്നൽ, അതായത് റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിന് ഒരു RF ആംപ്ലിഫയർ വെച്ച് ആംപ്ലിഫൈ ചെയ്തു, ആൻറ്റിന വഴി ട്രാൻസ്മിറ്റ് ചെയ്തു. സോ ഇത്രയാണ് ഒരു FM ട്രാൻസ്മിറ്ററിലുള്ള ബ്ലോക്സ്. അതായത് മൈക്രോഫോൺ ഉണ്ട്. മൈക്രോഫോണിനാണ് നമ്മൾ ഓഡിയോ സിഗ്നൽ വരുന്നത്. ആ ഓഡിയോ സിഗ്നലിൽ നമ്മൾ കുറച്ച് പ്രീ ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു മോഡുലേറ്ററിലേക്ക് കൊടുത്തു. മോഡുലേറ്ററിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈ ആംപ്ലിഫൈ ചെയ്ത ഓഡിയോ സിഗ്നലാണ്. പിന്നെ വേറൊരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാരിയർ സിഗ്നലാണ്. മോഡുലേഷൻ ചെയ്യേണ്ടെങ്കിൽ 2 സിഗ്നലും ഉണ്ട്. ഒന്ന് നമ്മളെ മെസ്സേജ് സിഗ്നലും വേണം, ഒന്ന് കാരിയർ സിഗ്നലും വേണം. സോ ഈ കാരിയർ സിഗ്നൽസ് തരുന്നതാണ് ഈ ഓസിലേറ്ററിന് കാണിച്ചിരിക്കുന്നത്. സോ ഈ കാരിയർ സിഗ്നൽ തരാനാണ് നമ്മൾ ഈ ഓസിലേറ്റർ, അതായത് RF റേഡിയോ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്ന മോഡുലേറ്ററിൻ്റെ അടുത്ത ഇൻപുട്ട് ആംപ്ലിഫൈഡ് ഓഡിയോ സിഗ്നൽ. സോ ഇവിടെ ഫ്രീക്വൻസി മോഡുലേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. FM ട്രാൻസ്മിറ്റർ ആയതുകൊണ്ട് ഫ്രീക്വൻസി മോഡുലേറ്റർ നമ്മളിവിടെ യൂസ് ചെയ്യും. സോ FM മോഡുലേറ്റർ ഉണ്ട്. സോ അതിനെ ഫ്രീക്വൻസി മോഡുലേഷൻ ചെയ്യും. അതായത് ഈ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഓഡിയോ സിഗ്നൽ എങ്ങനെയാണോ, അതിൻ്റെ ആംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ഓഡിയോ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ഈ ഇതിൻ്റെ കാരിയറിൻ്റെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരുത്തും. അതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. സോ ഇപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്നത് കാരിയർ സിഗ്നലാണ്. ഫ്രീക്വൻസിയിൽ, അതായത് ആംപ്ലിറ്റ്യൂഡിലൊന്നും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാരിയർ സിഗ്നൽ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഈ മോഡുലേറ്റഡ് RF സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻസ് എന്തിൻ്റെ മേലെ ഉണ്ടാവുക, കാരിയറിൻ്റെ ഫ്രീക്വൻസിയിലാണ് ഇൻഫർമേഷൻസ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. കാരിയറിൻ്റെ മേലെ നമ്മൾ ഈ മെസ്സേജ്, ഈ ഓഡിയോ സിഗ്നൽ നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുക. പക്ഷേ ഇവിടെ ഇൻഫർമേഷൻസ് നമ്മൾ ഫ്രീക്വൻസിൻ്റെ മുകളിലാണ് സെൻഡ് ചെയ്യുന്നത്. അതായത് ഫ്രീക്വൻസി മോഡുലേഷൻ. സോ ഈ മോഡുലേറ്റഡ് RF സിഗ്നൽ ഉണ്ടാവും. സോ അതിന് കുറച്ചും കൂടി ഒരു ആംപ്ലിഫിക്കേഷൻ വേണ്ടി നമ്മൾ റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയറിലേക്ക് കൊടുത്തു. പിന്നെ അതിനെ ഒരു ആൻറ്റിന വഴി ട്രാൻസ്മിറ്റ് ചെയ്തു. ഇതൊക്കെയാണ് ഈ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എൻ FM ട്രാൻസ്മിറ്റർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ, ഒരു FMൻ്റെ മെയിൻ ഫംഗ്ഷൻ തന്നെ നമ്മൾ ഓഡിയോ സിഗ്നൽസ്, സൗണ്ട് സിഗ്നൽസ് സെൻഡ് ചെയ്യാൻ, അല്ലെ സൗണ്ട് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാണ് നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ ബേസിക്കലി ചെയ്യുന്നത്. സോ അറ്റ് ഫസ്റ്റ് ദ FM ട്രാൻസ്മിറ്റർ സർക്യൂട്ട് കൺവേർട്സ് സൗണ്ട് ഓർ ഓഡിയോ ഇൻറ്റു റേഡിയോ വേവ്. അതായത് ഈ ഓഡിയോ ഫ്രീക്വൻസീനെ നമ്മളൊരു റേഡിയോ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഓഡിയോ സിഗ്നൽസ് ആണല്ലേ, ഒരു മോഡുലേറ്റർ വഴി നമ്മളെ ആ ഓഡിയോ ഫ്രീക്വൻസി സിഗ്നൽ AF സിഗ്നൽ നമ്മൾ RFലേക്ക് കൺവേർട്ട് ചെയ്തു, ഒരു റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ യു ക്യാൻ സീ ഇൻ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ദ FM ട്രാൻസ്മിറ്റർ, ദ ഫസ്റ്റ് ബ്ലോക്ക് ഈസ് ദ മൈക്രോഫോൺ. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മൈക്രോഫോണാണ്. ഇവിടെ കാണുന്ന പോലെ തന്നെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മൈക്രോഫോണാണ്. മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഡ്യൂസറാണ്. ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വൺ ഫോം ഓഫ് എനർജീനെ അനദർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്, ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ് ഈ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. സോ മൈക്രോഫോൺ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഇറ്റ്സ് എ ട്രാൻസ്ഡ്യൂസറാണ്. അതൊരു സൗണ്ട് എനർജീനെ ഒരു ഓഡിയോ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. അതൊരു ഇലക്ട്രിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. സൗണ്ട് എനർജി, നമ്മൾ വരുന്ന സൗണ്ട് എനർജീനെ ഒരു ഇലക്ട്രിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും ഈ മൈക്രോഫോൺ, വിച്ച് ഇസ് എ ട്രാൻസ്ഡ്യൂസർ. So microphone is a source of audio signal. In this block diagram, microphone is used as a source of audio signal, but it may be another audio source also. ഈ മൈക്രോഫോൺ തന്നെ ആവണമെന്നില്ല, കാരണം നമ്മളെ സൗണ്ടാണ് ശരിക്കും നമ്മളെ സോഴ്സ് എന്ന് പറയുന്നത്. അത് ഒരു മൈക്രോഫോൺ വെച്ച്, ഒരു ട്രാൻസ്ഡ്യൂസർ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ സൗണ്ടിനെ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. സൗണ്ടിനെ അല്ലെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. സോ ദ നെക്സ്റ്റ് ബ്ലോക്ക് ഈസ് ഓഡിയോ പ്രീ ആംപ്ലിഫയർ. ഓഡിയോ പ്രീ ആംപ്ലിഫയർ എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആംപ്ലിഫൈ ചെയ്യാനാണ്. ഓഡിയോ സിഗ്നലിനെ, മൈക്രോഫോണിന് വരുന്ന ഓഡിയോ സിഗ്നൽസിനെ കുറച്ചുകൂടി ഒന്ന് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഓഡിയോ പ്രീ ആംപ്ലിഫയർ ഉണ്ട്. സെക്കൻഡ് ബ്ലോക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് മോഡുലേറ്റർ. ഈ മോഡുലേറ്ററാണ് മെയിൻ പാർട്ട് ഓഫ് FM ട്രാൻസ്മിറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ FM ട്രാൻസ്മിറ്റർ സർക്യൂട്ടിലെ മെയിൻ പാർട്ടാണ് മോഡുലേറ്റർ. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ വരുന്ന ഓഡിയോ സിഗ്നലിന് അതിൻ്റെ കറസ്പോണ്ടിങ് റേഡിയോ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ മോഡുലേറ്റർ ടേക്സ് 2 സിഗ്നൽസാണ് എടുക്കുന്നത്. ഒന്ന് ഇൻപുട്ട് വരുന്ന സിഗ്നൽ ഓഡിയോ സിഗ്നലും, പിന്നെ ഓഡിയോ പ്രീ ആംപ്ലിഫയറിന് വരുന്ന സിഗ്നലും, പിന്നെ ഒരു കാരിയർ സിഗ്നലും. അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഈ FM മോഡുലേറ്ററാണ് ഈ ഒരു ബ്ലോക്കിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് FM ആണ്. അത് ഒന്ന് ഓഡിയോ സിഗ്നൽസ്, ഒന്ന് റേഡിയോ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽസ് ആണ് എടുക്കുന്നത്. ഇനി കാരിയർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇസ് എ പ്യുവർ റേഡിയോ വേവ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഓസിലേറ്റർ സർക്യൂട്ട് ആണ്. ദ മോഡുലേറ്റർ സർക്യൂട്ട് മോഡുലേറ്റ് ദ റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ അക്കോർഡിംഗ് ടു ദ ഓഡിയോ സിഗ്നൽ ആൻഡ് പ്രൊഡ്യൂസസ് എ മോഡുലേറ്റർ RF സിഗ്നൽ ആസ് ഔട്ട്പുട്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റേജ് ആണ് റേഡിയോ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ. സോ ഇവിടെ റേഡിയോ സിഗ്നൽ ആംപ്ലിഫയർ ഉണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്നത് റേഡിയോ സിഗ്നൽ ആംപ്ലിഫയർ, ഈ ഒരു ബ്ലോക്ക്. സോ റേഡിയോ സിഗ്നൽ ആംപ്ലിഫയർ ഉണ്ട്, അത് വെച്ച് നമ്മൾ അതിനെ ആംപ്ലിഫൈ ചെയ്യും. റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ സർക്യൂട്ട്
amplifies the modulated RF signal coming from the modulator. The modulated radio signal coming from the modulator circuit has very low amplitude, so it cannot be transmitted for long distance. So RF amplifier എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്യും. ഈ RF സിഗ്നലിൻ്റെ സ്ട്രെങ്ത് എന്നല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, വെരി ലോ ആംപ്ലിറ്റ്യൂഡായി വരുന്ന RF സിഗ്നൽ ഉണ്ട്. സോ അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഒരു RF ആംപ്ലിഫയർ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഈസിലി നമ്മൾ ലോങ് ഡിസ്റ്റൻസിൽ ട്രാൻസ്മിറ്റ് ചെയ്യും. ദെൻ ദ ആംപ്ലിഫൈഡ് റേഡിയോ സിഗ്നൽ ഇസ് ഫെഡ് ടു എൻ ആൻറ്റിന ഫോർ ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽ. സോ ഈ RF ആംപ്ലിഫയർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ ഒരു ആൻറ്റിന വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ബേസിക്കലി ഒരു സൗണ്ട് സിഗ്നൽ ഉണ്ടാകും. സൗണ്ട് സിഗ്നലിനെ ഒരു മൈക്രോഫോൺ വെച്ചിട്ട് നമ്മൾ ഓഡിയോ സിഗ്നലായി കൺവേർട്ട് ചെയ്യും. ആ ഓഡിയോനെ നമ്മൾ പ്രീ ആംപ്ലിഫൈ ചെയ്യും, പിന്നെ ഒരു മോഡുലേറ്ററിലേക്ക് കൊടുക്കും. മോഡുലേറ്ററിൻ്റെ ഒരു ഇൻപുട്ട് ഈ വരുന്ന സിഗ്നലും പിന്നെ നെക്സ്റ്റ് ഇൻപുട്ട് ഓസിലേറ്ററിന് വരുന്ന കാരിയർ ആയിരിക്കും. അത് രണ്ടും വെച്ച് ഫ്രീക്വൻസി മോഡുലേറ്റ് ചെയ്തു, അതിനെ ഒരു റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്തു. ഈ റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. സോ അതിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയറിലേക്ക് കൊടുത്തു. പിന്നെ നമ്മളതിനെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടി ഒരു ആൻറ്റിന വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ഇത്രയാണ് ഒരു FM ട്രാൻസ്മിറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇനി നെക്സ്റ്റ് ഇത് റിസീവർ സെക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ റിസീവർ സെക്ഷൻ. സോ ഇവിടെ നമുക്ക് കാണാം നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സ് നടക്കുന്നത്. ഇവിടെ ഒരു ആൻറ്റിന ഉണ്ട്. ആൻറ്റിന എന്ന് വരുന്നതിന് റേഡിയോ ഫ്രീക്വൻസി സിഗ്നലാണ് വരുന്നത്. സോ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് കഴിഞ്ഞ് വരുന്ന സിഗ്നൽസ് എന്ന് വെച്ചാൽ ജനറലി വീക്ക് ആയിരിക്കും. സോ ആ വീക്ക് സിഗ്നലിന് ഒരു റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ വെച്ച് ആംപ്ലിഫൈ ചെയ്തു. പിന്നെ നമ്മൾ മിക്സർ യൂസ് ചെയ്തു. മുന്നേ പറഞ്ഞിട്ടുണ്ട്, മിക്സറിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ വരുന്ന സിഗ്നലും നെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു കാരിയർ ആയിരിക്കും, ഓസിലേറ്ററിന് വരുന്ന സിഗ്നൽ ആയിരിക്കും. സോ മിക്സർ ഉണ്ട്. അത് നമ്മൾ ഈ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിനെ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തു. പിന്നെ അവിടെ ഒരു FM ഡീമോഡുലേറ്റർ ഉണ്ട്. FM ഡീമോഡുലേറ്റർ ഉണ്ട്. സോ FM ഡീമോഡുലേറ്റർ വെച്ച് ഡീമോഡുലേറ്റ് ചെയ്തു. പിന്നെ അതിനെ ഓഡിയോ ഫ്രീക്വൻസിയിലേക്ക് FM ഡീമോഡുലേറ്റർ എന്താ ചെയ്യുക, വരുന്ന ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിനെ ഓഡിയോ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ആ ഓഡിയോ ഫ്രീക്വൻസിയെ ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ വെച്ചിട്ട് നമ്മൾ ആംപ്ലിഫൈ ചെയ്തു. പിന്നെ അതിൻ്റെ പവർ ആംപ്ലിഫയർ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്തു. പിന്നെ അതിൽ നേരെ ലൗഡ് സ്പീക്കറിലേക്ക് കൊടുത്തു. സോ ഇത്രയാണ് ഈ receiver block diagram. So to easily understand the working principle of FM receiver, see the block diagram. So the first block is the antenna. The antenna it is used to receive the radio signal and to intercept it. That is radio signals ഏത് radio signals ആണ് ഈ ആൻറ്റിനയിൽ വരുന്നത്, ആ ആൻറ്റിന സിഗ്നൽസിനെ റിസീവ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ് ഈ ആൻറ്റിനയുള്ളത്. നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ, RF ആംപ്ലിഫയർ ആണ്. സോ RF ആംപ്ലിഫയർ എന്ന് വെച്ചാൽ ഈ ആംപ്ലിഫയർ ഈ റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽസ് ആൻറ്റിന റിസീവ് ചെയ്ത റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ RF സിഗ്നൽ എന്ന് പറയുന്നത്. സോ ഇത് റിസീവ്ഡ് RF സിഗ്നൽ എന്ന് പറഞ്ഞാൽ വെരി വീക്കാണ്. സോ വി നീഡ് ടു ആംപ്ലിഫൈ ഇറ്റ്. സോ RF ആംപ്ലിഫയർ ഉപയോഗിച്ച് നമ്മൾ ആംപ്ലിഫൈ. ഇറ്റ് ഈസ് ഓൾസോ ഈ വരുന്ന ഇതിനകത്ത് നോയ്സും കൂടി ഉണ്ടാകും. സോ ഈ നോയ്സ് റെഡ്യൂസിങ്ങും പിന്നെ ഇംപെഡൻസ് മാച്ചിങ്ങും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ RF ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. സോ അത് നമ്മൾ നെക്സ്റ്റ് മിക്സറിലേക്കാണ് കൊടുക്കുന്നത്. മിക്സറിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ കാരിയർ ഓസിലേറ്ററാണ്. സോ ഓസിലേറ്റർ എന്ന് വരുന്ന സിഗ്നലാണ്, ദാറ്റ് ഇസ് കാരിയർ ആണ്. സോ നെക്സ്റ്റ് സ്റ്റേജ് ഇസ് മിക്സർ സ്റ്റേജ്. സോ മിക്സർ എന്താ ചെയ്യുക, മിക്സർ സർക്യൂട്ട് ടേക്സ് 2 signals as input. One is the amplified RF signal coming from the RF amplifier and another is the oscillating signal coming from the local oscillator. ലോക്കൽ ഓസിലേറ്റർ എന്ന് വരുന്ന സിഗ്നലും RF ആംപ്ലിഫയർ എന്ന് വരുന്ന സിഗ്നലും കൂടി മിക്സ് ചെയ്യുന്നതാണ് ഈ മിക്സറിൻ്റെ ഫംഗ്ഷൻ. ബൈ കമ്പൈനിങ് ദോസ് സിഗ്നൽ മിക്സർ സർക്യൂട്ട് ജനറേറ്റ്സ് എ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ. ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. ഈ രണ്ട് സിഗ്നൽസും, അതായത് ഓഡിയോ ഫ്രീക്വൻസി സിഗ്നൽസും അതേപോലെ തന്നെ ഈ കാരിയർ സിഗ്നൽസും തമ്മിൽ മിക്സ് ചെയ്ത് ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നതാണ് ഈ മിക്സർ. സോ ഈ ഇൻ്റർമീഡിയറ്റ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആംപ്ലിഫയർ സർക്യൂട്ട് ടേക്സ് ദ IF സിഗ്നൽ ഓർ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ കമ്മിങ് ഫ്രം ദ മിക്സർ സർക്യൂട്ട് ആൻഡ് ആംപ്ലിഫൈ. സോ ഇവിടെ ഇൻ്റർമീഡിയറ്റ് ആംപ്ലിഫയർ ഉണ്ട്. സോ മിക്സറിന് വരുന്ന ഔട്ട്പുട്ട് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയാണ്. സോ അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ നമുക്കുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റാണ് FM ഡീമോഡുലേറ്റർ ഉള്ളത്. FM demodulator ഉണ്ട്. So this circuit is used to demodulate the FM signal. The FM demodulator circuit recovers the actual modulated signal which comes from the transmitter circuit in the form of radio signals. So ഈ FM modulator എന്ന് വെച്ചാൽ ആക്ച്വൽ മോഡുലേറ്റഡ് സിഗ്നലാണ്, നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്താണെന്നുള്ളത് റിക്കവർ ചെയ്യും. നമ്മൾ എന്താണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ, നമ്മുടെ ഫ്രീക്വൻസിയിൽ അയച്ച മെസ്സേജ് സിഗ്നൽ എന്താണെന്നുള്ളത് റിക്കവർ ചെയ്യാനാണ് വി ഹാവ് എ FM demodulator. So the demodulator circuit gives de-emphasis signal as output. So adina nammal endu cheyum, a de-emphasis signal which is coming from the demodulator circuit is passed through audio frequency voltage amplifier. We get the original audio signal which was sent from the center. The last audio signal is fed to the power amplifier to amplify it. So
നമുക്കതിന് ഈ വരുന്ന ഈ എഫ് ഡിമോഡുലേറ്ററിൽ നിന്ന് വരുന്ന നമ്മുടെ ഒറിജിനൽ സിഗ്നലില്ല, നമ്മൾ എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്ത ആ ഒറിജിനൽ സിഗ്നൽ ഓഡിയോ ഫ്രീക്വൻസി വോൾട്ടേജ് ആംപ്ലിഫയർ വെച്ച് ആംപ്ലിഫൈ ചെയ്യും, അതിൻ്റെ പവറിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഓഡിയോ ഫ്രീക്വൻസി പവർ ആംപ്ലിഫയർ വെച്ച് ആംപ്ലിഫൈ ചെയ്യും, അറ്റ് ലാസ്റ്റ് നമ്മൾ ലൗഡ് സ്പീക്കറിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ ഇത്രയാണ് ഒരു എഫ് എം റിസീവർ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. സോ ഇതിലുണ്ടാവുന്ന വെച്ചാൽ ആൻറ്റിനി ഉണ്ട്, അതേപോലെ തന്നെ ആർ എഫ് ആംപ്ലിഫയർ ഉണ്ട്. ഈ വരുന്ന സിഗ്നൽ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലാണ്, അതിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവാണ്. സോ അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ആർ എഫ് ആംപ്ലിഫയർ ഉണ്ട്. അത് രണ്ടും നമ്മളൊരു മിക്സറിലേക്ക് കൊടുക്കും, അതായത് ഒരു ക്യാരിയറും മിക്സറിലേക്ക് കൊടുക്കും. ഏത് ക്യാരിയറാണോ നമ്മൾ യൂസ് ചെയ്ത് അതേ ക്യാരിയർ തന്നെ മിക്സറിലേക്ക് കൊടുക്കും. ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി അവിടെ ജനറേറ്റ് ചെയ്യും. ആ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. അതിന് നമ്മൾ ഫ്രീക്വൻസി ഡിമോഡുലേറ്റർ കൊടുത്ത് നമ്മൾ എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്ത് അത് ഇൻഫർമേഷൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അതിൻ്റെ അത് നമ്മൾ വോൾട്ടേജ് ആംപ്ലിഫയറിലേക്ക് കൂടി പാസ് ചെയ്യും, പിന്നെ അതിൻ്റെ പവർ ആംപ്ലിഫയറിലൂടെ പാസ് ചെയ്യും, അറ്റ് ലാസ്റ്റ് ലൗഡ് സ്പീക്കറിലേക്ക് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇതാണ് ബേസിക്കലി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സോ ഇതാണ് ബേസിക്കലി ഒരു എഫ് എം റിസീവർ എന്ന് പറയുന്നത്. എഫ് എം റിസീവർ എന്ന് പറയുന്നത് ഇത്രയാണ്. സ്ക്രീൻഷോട്ട് എടുത്തോ? സ്ക്രീൻഷോട്ട് എടുത്തോ എല്ലാവരും? ബോയ്സ് എടുത്തോ? ബോയ്സ് ആദിൽ